അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇനി നമുക്ക് കാലാവസ്ഥയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സംസ്ഥാനത്ത് പരക്കെ മഴയാണ്. പുതിയ മഴ അലർട്ടുകൾ വന്നിട്ടുണ്ട്. ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. 9 ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. മറ്റു ജില്ലകളിൽ യെല്ലോ അലർട്ടുമുണ്ട്. എറണാകുളം, ഇടുക്കി ജില്ലകളിൽ നാളെ ഓറഞ്ച് അലർട്ടുമാണ്. സ്വാന്തന സാജുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. സ്വാന്തന, 2 ജില്ലകളിൽ ഇന്നിപ്പോൾ ഓറഞ്ച് അലർട്ട് വന്നിട്ടുണ്ട് പുതിയ അലർട്ട് പ്രകാരം. അപ്പോൾ ശക്തമായ മഴ പ്രതീക്ഷിക്കാം ഈ ജില്ലകളിൽ. മറ്റിടങ്ങളിൽ എങ്ങനെയാണ്? ശ്രുതി, കാലവർഷത്തിന്റെ ഭാഗമായി തന്നെ സംസ്ഥാനത്ത് വ്യാപക മഴയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രുതി സൂചിപ്പിച്ചതുപോലെ തന്നെ 9 ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ഉച്ചയ്ക്ക് നൽകിയ അലർട്ടുകൾ പ്രകാരം മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതിൽ തന്നെ 2 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അതിലൊന്ന് തൃശൂർ ജില്ലയും അതുപോലെ തന്നെ മറ്റൊന്ന് എറണാകുളം ജില്ലയുമാണ്. തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കോട്ടയം, ഇടുക്കി, പാലക്കാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ഇത്രയും ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം ജില്ലയിലൊക്കെ തന്നെയും ശ്രുതി കുറച്ചു സമയം മുൻപ് അതിശക്തമായ മഴയാണ് ലഭിച്ചിരുന്നത്. പ്രത്യേകിച്ച് നഗരത്തിലൊക്കെ വെള്ളം കയറാൻ സാധ്യതയുള്ള തരത്തിൽ അത്രയും അധികം മഴയാണ് വളരെ കുറച്ച് സമയം കൊണ്ട് പെയ്തു പോയത്. നിലവിലിപ്പോൾ മഴ ഒരു സ്വല്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്കിൽ പോലും മഴ ഇങ്ങനെ നിൽക്കുകയാണ്. രാവിലെ മുതൽക്ക് തന്നെ ഒരു വെയിലിന്റെ സാഹചര്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഇരുണ്ട അന്തരീക്ഷം തന്നെയായിരുന്നു തലസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലകളിലൊക്കെ തന്നെയും തിരുവനന്തപുരത്തിന്റെ വിവിധ ഇടങ്ങളിൽ മഴ ലഭിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം ഇപ്പോൾ കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരുന്നതാണ് നാളെ വരെ ആയിരിക്കും മഴ ശക്തമായി പെയ്യുക എന്ന്. നാളെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നാളെ എറണാകുളം ജില്ലയിലും ഇടുക്കി ജില്ലയിലും ഓറഞ്ച് അലേർട്ട് നാളെയും ഉണ്ടാകും. അതിനുശേഷമുള്ള ദിവസങ്ങളിലേക്ക് വരുമ്പോൾ മഴയുടെ ഒരു സ്വാധീനം അത് കുറയാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ശ്രുതി കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. മഴ മാത്രമല്ല, മഴയ്ക്കപ്പുറത്തേക്ക് ശക്തമായ കാറ്റും വിവിധ ഇടങ്ങളിൽ ഏതാണ്ട് ഒരു 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ കാറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജാഗ്രത കൂടി തുടരണം എന്ന് കാലാവസ്ഥാ വകുപ്പ് ഇന്ന് നൽകിയ അറിയിപ്പിലും പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് എങ്ങനെയുണ്ട്? ശക്തമായ മഴയാണെന്ന് മനസ്സിലാക്കുന്നുണ്ട്. എങ്ങനെയാണ് പൊതുവെ മഴ വന്നുള്ള സാഹചര്യം അറിയാം, പിന്നീട് മഴക്കെടുതി അടക്കമുള്ള സാഹചര്യങ്ങൾ. അപ്പോൾ അക്കാര്യത്തിൽ എന്തെങ്കിലും റിപ്പോർട്ടുകളുണ്ടോ? ശ്രുതി, ഒരു അല്പസമയം മുമ്പ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് അതിശക്തമായ മഴയാണ് തലസ്ഥാനത്ത് ലഭിച്ചത്. സാധാരണ അത്രയും മഴയൊക്കെ ലഭിക്കുന്ന സമയത്ത് നമുക്ക് പലയിടങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ട് ഉണ്ടാവാറുള്ളതാണ്. പ്രധാനമായും വെള്ളക്കെട്ട് ഉണ്ടാവുന്നത് ഈ പഴവങ്ങാടി, തമ്പാനൂർ, അതുപോലെ തന്നെ ചാക്ക ഭാഗങ്ങളിലൊക്കെയാണ്. കഴിഞ്ഞ തവണ മഴ പെയ്തപ്പോൾ ഈ കാണുന്ന പ്രദേശത്ത് വലിയ രീതിയിൽ വെള്ളക്കെട്ട് ഉണ്ടായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ശ്രുതി, എന്തായാലും ഇപ്പോൾ ഇവിടെ അത്രത്തോളം അങ്ങോട്ട് വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. ഏതാണ്ട് ഒരു 10-15 മിനിറ്റ് മാത്രമാണ് അതിശക്തമായ മഴ ലഭിച്ചത്. ഇനിയിപ്പോൾ എന്തായാലും വരും മണിക്കൂറിലും ഇതേ മഴ തുടരുകയാണെങ്കിൽ നഗരത്തിന്റെ പലയിടങ്ങളിലും ചെറിയ രീതിയിലാണെങ്കിലും വെള്ളക്കെട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രധാനമായും വെള്ളക്കെട്ടുണ്ടാകുന്ന സ്ഥലങ്ങൾ തിരുവനന്തപുരത്തേക്ക് വരികയാണെങ്കിൽ തമ്പാനൂരും അതുപോലെ തന്നെ ചാക്ക തുടങ്ങിയ പ്രദേശങ്ങളാണ്. അവിടെ എന്തായാലും നിലവിലിപ്പോൾ വലിയ വെള്ളക്കെട്ട് ഉണ്ടായിട്ടില്ല എന്നുള്ളത് ആശ്വാസകരമാണ്. പക്ഷേ ഇപ്പോഴും മഴ കുറഞ്ഞിട്ടില്ല. മഴ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറിലും ഇതേ രീതിയിൽ തന്നെ മഴ തുടരുകയാണെങ്കിൽ നഗരത്തിന്റെ പലയിടങ്ങളിലും തിരുവനന്തപുരത്തെ സാഹചര്യമാണ് സ്വന്തന വിശദീകരിച്ചത്. ഒപ്പം അലർട്ടും പറയുകയായിരുന്നു. 2 ജില്ലകളിൽ എറണാകുളം, തൃശൂർ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട്. വിശദാംശങ്ങളാണ് സ്വന്തന സാജു നൽകിയത്.